ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന് ഡൽഹിയിൽ ആസ്ഥാന മന്ദിരം പണിയുകയെന്നത് അണികളുടെ എക്കാലത്തെയും ഒരു സ്വപ്നമായിരുന്നു. അങ്ങനെയാണ് ഡൽഹിയിൽ മന്ദിരം പണിയാനും ഖായിദെ മില്ലത്ത് സെൻറ്റർ എന്ന പേര് നൽകാനും തീരുമാനമായത്. നിലവിൽ ചെന്നൈയിലുള്ള ദേശീയ ആസ്ഥാനം ഡൽഹിയിലേക്ക് മാറ്റാനും തീരുമാനിച്ചു. ഇതിനായി ഡൽഹിയിലെ ദരിയാഗഞ്ചിൽ കെട്ടിടം വാങ്ങി. എന്നാൽ ആസ്ഥാന മന്ദിരമായ ഖായിദെ മില്ലത്ത് സെൻറ്ററിൻ്റെ ഉദ്ഘാടനം വീണ്ടും നീണ്ടുപോകുകയാണ്. 3ലേറെ തവണ മാറ്റിവെച്ച മന്ദിരത്തിൻ്റെ ഉദ്ഘാടനം അടുത്ത വർഷം ഫെബ്രുവരിയിൽ നടത്താനാണ് ഏറ്റവും ഒടുവിലെ പാർട്ടി തീരുമാനം. ഡൽഹി ദരിയാഗഞ്ചിൽ മന്ദിരത്തിനായെടുത്ത കെട്ടിടത്തിൻ്റെ അവസാന മിനുക്കുപണികൾ 5 മാസത്തിനുള്ളിൽ പൂർത്തിയാക്കി 2025 ഫെബ്രുവരിയിൽ ഉദ്ഘാടനം നിർവഹിക്കാനാണ് മുസ്ലിം ലീഗ് ഇപ്പോൾ തീരുമാനമെടുത്തിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഡൽഹിയിൽ മുസ്ലിം ലീഗ് ദേശീയ ജനറൽ സെക്രട്ടറി PK കുഞ്ഞാലിക്കുട്ടി MLA നേതൃത്വത്തിൽ ഇത് സംബന്ധിച്ച കൂടിയാലോചനാ യോഗം ചേർന്നിരുന്നു. ദേശീയ ഓർഗനൈസിംഗ് സെക്രട്ടറി ET മുഹമ്മദ് ബഷീർ MP, അഡ്വക്കേറ്റ് ഹാരിസ് ബീരാൻ MP, PMA സമീർ എന്നിവരും യോഗത്തിൽ പങ്കെടുത്തു. മുസ്ലിം ലീഗിൻ്റെ പ്ലാറ്റിനം ജൂബിലിയോടനുബന്ധിച്ച് 2023 നവംബറിൽ ഡൽഹിയിൽ മഹാറാലി സംഘടിപ്പിക്കാനും ഇതിൻ്റെ ഭാഗമായി ആസ്ഥാന മന്ദിരം ഉദ്ഘാടനം ചെയ്യാനുമായിരുന്നു പാർട്ടി എടുത്ത ആദ്യ തീരുമാനം. എന്നാൽ ഈ തീരുമാനം മുസ്ലിം ലീഗിന് നടപ്പിലാക്കാൻ കഴിഞ്ഞിരുന്നില്ല. പാർട്ടി ദേശീയ ആസ്ഥാന മന്ദിരത്തിനായി കഴിഞ്ഞ വർഷം ആഗസ്റ്റ് വരെ കേരളത്തിൽ നിന്ന് 27.70 കോടി രൂപയുടെ ഫണ്ട് ശേഖരിച്ചിരുന്നു. എന്നാൽ 50 കോടി രൂപ ശേഖരിക്കണമെന്ന ലക്ഷ്യത്തോടെ കേരളത്തിന് പുറത്ത് മറ്റ് സംസ്ഥാനങ്ങളും വിദേശ രാജ്യങ്ങളും കേന്ദ്രീകരിച്ച് 25 കോടി രൂപ കൂടി പിരിക്കാനും പാർട്ടി തീരുമാനിച്ചിരുന്നു. കഴിഞ്ഞ വർഷം ആഗസ്റ്റ് 15 മുതൽ സെപ്റ്റംബർ 15 വരെയാണ് ഈ 2ാം ഘട്ട ഫണ്ട് സമാഹരണം നടന്നത്. പിന്നീട് ഈ വർഷം ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ തൊട്ടുമുമ്പ് ഉദ്ഘാടനം നിർവഹിക്കാനും പാർട്ടി തീരുമാനമെടുത്തു. എന്നാൽ തെരഞ്ഞെടുപ്പിൻ്റെ പേര് പറഞ്ഞുകൊണ്ട് ഈ തീരുമാനവും മാറ്റിവെക്കുകയായിരുന്നു. പകരം മാർച്ച് 10 മന്ദിരത്തിൻ്റെ ഡിജിറ്റൽ ലോഞ്ച് നടത്തി. മന്ദിരത്തിൻ്റെ രജിസ്ട്രേഷൻ ഫെബ്രുവരി പകുതിയോടെ തന്നെ പൂർത്തിയാക്കിയിരുന്നു. മുസ്ലിം ലീഗ് സംസ്ഥാന പ്രസിഡന്റ് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങളുടെ പേരിലാണ് മന്ദിരം. ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞയുടനെ മന്ദിരം ഉദ്ഘാടനം ചെയ്യാൻ തീരുമാനിച്ചിരുന്നു. എന്നാൽ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ഈ വർഷം 7 മാസങ്ങൾ ലഭിച്ചിട്ടും ഈ തീരുമാനവും നടക്കില്ലെന്ന് ഇപ്പോൾ വ്യക്തമായിരിക്കുകയാണ്. അടുത്ത വർഷം ഫെബ്രുവരിയിലെങ്കിലും ആസ്ഥാന മന്ദിരം തുറന്നു കാണാൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ് മുസ്ലിം ലീഗ് അണികൾ.